നമസ്കാരം, ന്യൂസ് സ്കാനിലേക്ക് ഏവർക്കും സ്വാഗതം. സൈബർ ഇടത്ത് ഒടുങ്ങുന്ന കൗമാരങ്ങൾ കേവലം 8 പതിറ്റാണ്ടുകൾക്കുള്ളിലോ അതിനു മുൻപ് എപ്പോൾ വേണമെങ്കിലോ അവസാനിക്കുന്ന യാത്രയാണ് മനുഷ്യർക്ക് ഈ ഭൂമിയിൽ ഉള്ളത്. ഈ കാലമത്രയും കഴിവും ബുദ്ധിയും ശക്തിയും ഒക്കെ ഉപയോഗിച്ച് അവൻ നേടിയെടുത്തതും വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പടുത്തതുമായതെല്ലാം ഉപേക്ഷിച്ച് ദൈവം നിശ്ചയിച്ച സമയത്ത് അവൻ ലോകം വിട്ട് നിത്യതയിലേക്ക് യാത്രയാകും. എന്നാൽ ഇന്നത്തെ തലമുറ അതിനുമൊക്കെ ഏറെ മുൻപ് തന്നെ സ്വനിശ്ചയപ്രകാരം ജീവൻ നഷ്ടപ്പെടുത്തുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണമാകുന്നത് സ്മാർട്ട് ഫോണുകളും അതിലെ സോഷ്യൽ മീഡിയയും ഗെയിം ആപ്പുകൾ സജീവമായിരിക്കുമ്പോൾ അവ ഈ തലമുറകളുടെ ബുദ്ധിയെയും ക്രയശേഷിയെയും ഒക്കെ തുരന്നെടുത്തുകൊണ്ട് അവരുടെ പഠനവും ദൈവചിന്തകളും നല്ല ചിന്തകളുമൊക്കെ തകർത്ത് തരിപ്പണമാക്കി അവരെ ഒന്നിനും കൊള്ളരുതാത്തവരാക്കി ജീവിത നിരാശയിലേക്കും ആത്മഹത്യയിലേക്കും കലാപത്തിലേക്കും ഒക്കെ എടുത്തു ചാടിച്ച് നശിപ്പിക്കുകയാണ്. തങ്ങളെ ആകർഷിക്കുകയും സ്വാധീനിക്കുകയും തങ്ങളുടെ മ്ലാനതകളും ഒറ്റപ്പെടലുകളും നിരാശാവസ്ഥകളും ഒക്കെ ഇല്ലാതാക്കുകയും ചെയ്തത് സ്മാർട്ട് ഫോണിലെ സോഷ്യൽ ആപ്പുകളും ഗെയിം ആപ്പുകളുമാണെന്ന മിഥ്യാബോധത്താൽ അതിന് അടിമപ്പെട്ടു പോകുന്ന ഈ കുട്ടികളുടെ ഭീകരാവസ്ഥയെക്കുറിച്ച് മുൻപ് പലവട്ടം ചർച്ചകളും പ്രതിരോധ പരിപാടികളും സർക്കാർ തലത്തിലും അല്ലാതെയും നടന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ കാര്യങ്ങൾ അങ്ങേയറ്റം ഭീകരവും കയ്യിൽ നിന്ന് വഴുതിപ്പോയ നിലയിലുമാണെന്ന കാര്യത്തെ വീണ്ടും ഉറപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ 15ഓളം വയസ്സിനടുത്ത് പ്രായമുള്ള 3 സഹോദരിമാർ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ 9ാം നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുകയുണ്ടായി. ഗാസിയാബാദിലെ ഭാരത് സിറ്റി അപ്പാർട്ട്മെന്റിൽ ദില്ലി സ്വദേശി ചേതൻ കുമാറിന്റെ മക്കളായ 16 വയസ്സുകാരി നിഷികയും 14 വയസ്സുകാരിയായ പ്രാച്ചിയും 12 വയസ്സുള്ള പഖിയുമാണ് പിതാവ് മൊബൈൽ ഫോണിൽ ഗെയിം കളിക്കുന്നത് വിലക്കുകയും ഫോൺ വാങ്ങിവെക്കുകയും ചെയ്തതിൽ നിരാശരായി ജീവനൊടുക്കിയത്. കൊറിയൻ സീരീസുകളുടെ ആരാധകരായിരുന്ന പെൺകുട്ടികൾ കൊറിയൻ ഓൺലൈൻ ടാസ്ക് ഗെയിം കളിക്കുന്നത് പതിവാക്കിയിരുന്നു. പ്രത്യേകമായ കാരണങ്ങളാൽ കഴിഞ്ഞ 2 വർഷമായി സ്കൂളിൽ പോകാതിരുന്ന ഇവർ രാവും പകലും കൊറിയൻ ടാസ്ക് ഗെയിം കളിക്കുകയും അതിന് അടിമപ്പെട്ടു പോവുകയും കൊറിയൻ ഭാഷ സംസാരിക്കുകയും പരസ്പരം കൊറിയൻ പേര് വിളിക്കുകയും ചെയ്യുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ പിതാവിന്റെ വിലക്കിനെ തുടർന്ന് ഫോൺ ഇല്ലാതെയും ഗെയിം കളിക്കാതെയും കുറച്ചു സമയം ഇരിക്കേണ്ടി വന്നത് സഹിക്കാൻ പറ്റാതിരുന്നതിനാൽ മൂവരും മരണം തിരഞ്ഞെടുക്കുകയായിരുന്നു. ഗെയിം ഇല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാനാകില്ലെന്നും അതാണ് ഞങ്ങളുടെ ലോകമെന്നും ഞങ്ങൾക്ക് അത്രമേൽ പ്രിയപ്പെട്ട ഗെയിമാണ് നിങ്ങൾ തടഞ്ഞതെന്നും അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്നുമുള്ള ആത്മഹത്യാ കുറിപ്പുകൾ എഴുതി വച്ചതിന് ശേഷമായിരുന്നു ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകളായിരുന്ന 3 പെൺമക്കൾ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിന്റെ 9ാം നിലയിൽ നിന്ന് ചാടിക്കൊണ്ടുള്ള ആത്മഹത്യയുടെ നാശവഴി അവർ തിരഞ്ഞെടുത്തത്. അങ്ങേയറ്റം ഭയവും വേദനയും ഉളവാക്കുന്ന ഈ ദാരുണ സംഭവത്തെക്കുറിച്ച് കേട്ട് നടുങ്ങിയിരിക്കുമ്പോൾ തന്നെ കേട്ട അടുത്ത വാർത്ത മൊബൈൽ ഫോണിൽ ഗെയിം ടാസ്കുകൾ പൂർത്തീകരിക്കാനാകാത്തതിന്റെ നിരാശയിൽ ഭോപ്പാലിൽ 14കാരൻ ജീവനെടുക്കിയെന്ന വാർത്തയായിരുന്നു. ബിബ്ലാനി ശ്രീറാം കോളനിയിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി അൻഷ് സഹവാണ് മൊബൈൽ ഗെയിം അഡിക്ഷനെ തുടർന്ന് ഫ്രീ ഫയർ മൊബൈൽ ഗെയിമിന്റെ ടാസ്കുകൾ പൂർത്തിയാക്കുവാൻ കഴിയാത്തതിലെ സമ്മർദ്ദം മൂലം വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. ഈ ഗെയിമിനായി മാതാപിതാക്കളുടെ അക്കൗണ്ടിൽ നിന്ന് കുട്ടി 28,000 രൂപ പിൻവലിച്ചതിനെ തുടർന്ന് സ്വകാര്യ സ്കൂൾ അധ്യാപകരായ മാതാപിതാക്കൾ മൊബൈൽ ഉപയോഗം വിലക്കിയിരുന്നു. അതോടെ കടുത്ത ഡിപ്രഷനിലേക്ക് കൂപ്പുകുത്തി വീണ കുട്ടി ജീവനൊടുക്കുകയായിരുന്നു. കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ തന്നെ കുട്ടികൾ കരയാതിരിക്കുവാൻ അവരുടെ കയ്യിലേക്ക് സ്മാർട്ട് ഫോൺ ഓണാക്കി കൊടുക്കുന്ന മാതാപിതാക്കളുടെ പ്രോത്സാഹനത്തോടെ തുടങ്ങുന്ന ഈ തലമുറയിലെ കുട്ടികളുടെ ഫോൺ ഉപയോഗം ഇന്ന് നിയന്ത്രിക്കുവാൻ കഴിയാത്തത്ര തലത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. പഠിക്കുന്ന വിഷയങ്ങളിലോ ആത്മീയ കാര്യങ്ങളിലോ ശ്രദ്ധയോ ഏകാഗ്രതയോ കാണിക്കാതെ അടച്ചിട്ട മുറിക്കുള്ളിൽ ഫോണുമായി ചെലവഴിക്കുന്ന ഈ തലമുറകളുടെ കയ്യിൽ നിന്ന് ഒരു വേള ഫോൺ വാങ്ങിവെക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രമിച്ചാൽ അപ്പോൾ അവരിൽ നിന്നുളവാകുന്ന പ്രതികരണങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്മാർട്ട് ഫോണും അതിലെ വിഭവങ്ങളും എത്രത്തോളം അവരെ സ്വാധീനിക്കുന്നുണ്ടെന്ന കാര്യം വ്യക്തമാകും. കോവിഡിന് മുൻപുള്ള ചില വർഷങ്ങൾ റഷ്യയിൽ പ്രചാരത്തിലുള്ള വി കോണ്ടാക്ട് സോഷ്യൽ നെറ്റ്വർക്കിന്റെ ഭാഗമായി 2013 പ്രചരിച്ച ആത്മഹത്യാ ഗെയിം എന്നറിയപ്പെടുന്ന ബ്ലൂ വെയിൽ ചലഞ്ചിന്റെ പിടിയിലായിരുന്നു ഇന്ത്യ അടക്കമുള്ള ലോകത്തിലെ ചില രാജ്യങ്ങൾ. ഈ ഗെയിമിന്റെ അഡ്മിൻ അല്ലെങ്കിൽ ക്യൂറേറ്റർ നൽകുന്ന 50 ദിവസത്തേക്ക് നീളുന്ന കഠിനമായ ടാസ്കുകൾ ഏറ്റെടുത്ത് അത് പൂർത്തിയാക്കുന്നതാണ് ഈ ഗെയിം. ഇതിന്റെ ഏറ്റവും അവസാനത്തെ ടാസ്ക് വ്യക്തിയെ ആത്മഹത്യയിലേക്കാണ് നയിക്കുന്നത്. നീല തിമിംഗലങ്ങളുടെ മൃതദേഹങ്ങൾ ചില തീരങ്ങളിൽ അടിയുമ്പോൾ അത് അവയുടെ ആത്മഹത്യയാണെന്ന് കരുതുന്ന ബീച്ചഡ് വെയിൽസ് എന്ന പ്രതിഭാസത്തിൽ നിന്നാണ് ബ്ലൂ വെയിൽ എന്ന വാക്ക് ഉത്ഭവിച്ചത്. കമ്പ്യൂട്ടറിലോ ഫോണിലോ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിട്ടല്ല, മറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലെ സ്വകാര്യ കൂട്ടായ്മകളിൽ രഹസ്യമായി പ്രചരിക്കുന്ന ഒരു കളിയായിട്ടാണ് ഈ ഗെയിം വ്യാപിച്ചത്.
ബ്ലൂ വെയിൽ ഗെയിം തിരക്കി ഇന്റർനെറ്റിൽ പരതുന്നവർ മറ്റു പല ചതിക്കുഴികളിലും ചെന്നു പെട്ടു എന്നും വാർത്തകളും വന്നിരുന്നു. ഗാസിയാബാദിലെ സഹോദരിമാരുടെ ആത്മഹത്യയുമായി സമാനതയുള്ളതായിരുന്നു ബ്ലൂ വെയിൽ ഗെയിമിന് അടിമയായിരുന്ന ആര്യ ശ്രീറാവു എന്ന വിദ്യാർത്ഥി പൂനെയിൽ അപ്പാർട്ട്മെന്റിന്റെ 14ാമത്തെ നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്ത സംഭവം. അതോടെയാണ് ബ്ലൂ വെയിൽ ഗെയിമിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ഇന്ത്യയിൽ എല്ലാവരും അറിഞ്ഞത്. 2017 ജൂലൈയിൽ മുംബൈയിൽ 14 വയസ്സുള്ള വിദ്യാർത്ഥിയായ മൻപ്രീത് സാങ് സാനി ഇതുപോലെ തന്നെ അപ്പാർട്ട്മെന്റിന്റെ 7ാമത്തെ നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തുകൊണ്ടായിരുന്നു ഇന്ത്യയിലെ ബ്ലൂ വെയിൽ ചലഞ്ച് ആത്മഹത്യകൾക്ക് തുടക്കമിട്ടത്. റഷ്യ, ഉക്രൈൻ, ഇന്ത്യ, അമേരിക്ക എന്നീ രാജ്യങ്ങളിൽ 100ലേറെ കുട്ടികളുടെ ജീവനായിരുന്നു ഈ കൊലയാളി ഗെയിം തട്ടിയെടുത്തത്. ഇത്തരത്തിലുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ പെരുകുകയാണെന്നും ഇത്തരത്തിലുള്ള മാർഗമായ ഗെയിമുകൾ ഇപ്പോഴും നമ്മുടെ കുട്ടികളുടെ ഇടയിൽ പ്രചരിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിന് പുറത്താണെന്ന് അധികവും നടക്കുന്നതെങ്കിലും അത്തരത്തിലൊരു ലാഘവ ബുദ്ധിയോടെ അതിനെ തള്ളിക്കളയാനാകില്ല. കാരണം കോവിഡ് കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലത്ത് നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് കോവിഡ് അരക്ഷിതാവസ്ഥകൾ മൂലം കേവലം 3 മാസങ്ങൾക്കുള്ളിൽ 66 സ്കൂൾ കുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തയായിരുന്നു. മാർച്ച് 25 മുതലുള്ള ഒരു കണക്കെടുത്തപ്പോൾ 18 വയസ്സിൽ താഴെയുള്ള 66 കുട്ടികളാണ് പല കാരണങ്ങളാൽ ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യ സംബന്ധിച്ച് പഠിക്കാൻ ഫയർ ആൻഡ് റെസ്ക്യൂ മേധാവി ആർ ശ്രീലേഖയുടെ നേതൃത്വത്തിൽ ഒരു സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. അതിനു പുറമെ മാനസിക സംഘർഷം അനുഭവിക്കുന്ന കുട്ടികൾക്ക് ആശ്വാസം പകരാനായി ചിരി എന്നൊരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. 2020 ജൂലൈയിലായിരുന്നു മുഖ്യമന്ത്രി ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. കേവലം 108 ദിവസത്തിനുള്ളിൽ നാളെയുടെ പ്രതീക്ഷകളായ 66 കുട്ടികൾ നമ്മുടെയൊക്കെ മൂക്കിന് താഴെ ആത്മഹത്യ ചെയ്തു എന്ന് വന്നാൽ അത് ഒട്ടും ശുഭകരമായ വാർത്തയല്ലെന്ന് മാത്രമല്ല വലിയ ഭീകരമായ സംഭവങ്ങളുടെ നാന്ദി കൂടെയായിരുന്നു. നമ്മുടെ സമൂഹം എത്രത്തോളം മാറിയെന്നും എങ്ങനെയെല്ലാം എത്തി നിൽക്കുന്നുവെന്നും വ്യക്തമാക്കുന്ന സൂചനകൾ തന്നെയാണത്. ഈ ആത്മഹത്യയുടെയൊക്കെ പിന്നിലെ കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് മാതാപിതാക്കളുടെ ശകാരം, പരീക്ഷയ്ക്ക് പഠിക്കാത്തതിന് വഴക്ക് പറഞ്ഞത്, സൈക്കിൾ വാങ്ങാത്തതിന്റെ വിഷമം, മോഹഭംഗം, പ്രണയം, കുടുംബ പ്രശ്നം തുടങ്ങിയവയും മറ്റു തരത്തിലുള്ള മാനസിക സമ്മർദ്ദവുമാണ് സ്വന്തം ജീവനെടുക്കുവാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ. എന്നാൽ ഇതിലേക്കാളൊക്കെ ഏറ്റവും ഭീകരമായ അവസ്ഥയാണ് സൈബർ ഇടങ്ങളിലെ ചതിക്കണിയിൽ കുരുങ്ങി ജീവിതം ഇല്ലാതാക്കിയവരുടേത്. ഇന്നേക്ക് 2 വർഷങ്ങൾക്കപ്പുറത്ത് ഒരു 15-കാരനായ കുട്ടിയെ എറണാകുളം ജില്ലയിലെ ചെങ്ങമനാട് എന്ന സ്ഥലത്ത് തികച്ചും ദുരൂഹമായ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ആ മരണത്തിന്റെ പിന്നിലും ഇത്തരത്തിൽ തലമുറകളെ നശിപ്പിക്കുന്ന ഓൺലൈൻ ഗെയിം തന്നെയായിരുന്നു എന്നതിന് തെളിവുകൾ പുറത്തു വന്നിരുന്നു. മഴക്കോട്ട് കൊണ്ട് ശരീരമാകെ മൂടി കൈകാലുകൾ കെട്ടി വായിൽ ടേപ്പൊട്ടിച്ച നിലയിലായിരുന്നു അന്ന് ആ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇത് മറ്റാരും ചെയ്തതല്ല, മറിച്ച് ഓൺലൈൻ ഗെയിമിന്റെ ഭാഗമായി ലഭിച്ച ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് ദൗർഭാഗ്യവാനായ കുട്ടി തന്നെ ചെയ്തതായിരുന്നു. ഡെവിൾ എന്നു പേരുള്ള ഒരു ഓൺലൈൻ ഗെയിം കുട്ടിയുടെ അമ്മയുടെ ഫോണിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. കുട്ടികളുടെ മാനസിക നിലയെ തന്നെ ആപൽക്കരമായി പരിക്കേൽപ്പിക്കുന്ന ഇത്തരം ഗെയിമുകളിൽ സ്വയം മുറിവേൽക്കാനും അപകടകരമായ ടാസ്കുകൾ ചെയ്യുവാനും ഇത്തരത്തിൽ ജീവൻ തന്നെ ഇല്ലാതാക്കുവാനുമുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയതായിട്ടും ഈ കാലഘട്ടത്തിലെ തലമുറകൾക്ക് അത് വല്ലാതെ ഇഷ്ടപ്പെടുന്നതിന്റെ പിന്നിൽ ഒറ്റ കാരണമേയുള്ളൂ, അത് അതിന് പിന്നിലുള്ള പൈശാചികത തന്നെയാണ്. നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരത്ത് മരിച്ച +1 വിദ്യാർത്ഥി ബ്ലൂ വെയിൽ ഗെയിമിന് അടിമപ്പെട്ടിരുന്നുവെന്ന് ആ കുട്ടിയുടെ അമ്മ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. നീന്തൽ അറിയുവാൻ വയ്യാത്ത കുട്ടിയെ ആഴമുള്ള ജലാശയത്തിലേക്ക് നീന്തിക്കുക, രാത്രികാലങ്ങളിൽ സെമിത്തേരികളിൽ പോകുവാൻ പ്രേരിപ്പിക്കുക, മൂർച്ചയേറിയ ഉപകരണങ്ങൾ കൊണ്ട് സ്വയം മുറിവേൽപ്പിക്കുക എന്നിങ്ങനെയുള്ള ക്രൂരമായ ടാസ്കുകളാണ് കളി എന്ന ഭാവത്തിൽ ഈ തലമുറകളുടെ തലച്ചോറിനെ വിഴുങ്ങുന്നത്. പ്ലേ സ്റ്റോറിൽ കിട്ടാത്ത ഈ ആപ്പുകളിലേക്ക് കുട്ടികൾ എത്തുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ്. കുടുംബങ്ങളായ എല്ലാവരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമെല്ലാം ഒഴിഞ്ഞുമാറി നിൽക്കുകയും രാപ്പകലില്ലാതെ മൊബൈൽ ഫോണിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഏതെങ്കിലും വീടുകളിൽ കുട്ടികളിൽ കണ്ടെത്തിയാൽ അത് ഗൗരവമായി തന്നെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉപയോഗം കുട്ടികളെ കൊണ്ടെത്തിക്കുന്നത് മാരകമായ വിപത്തിലേക്ക് തന്നെയാണ്. മാധ്യമങ്ങളൊക്കെ അത്രയ്ക്ക് കാര്യമായി ചർച്ച ചെയ്യാതിരുന്ന ഈ വിഷയത്തെക്കുറിച്ച് ഷെക്കേന ന്യൂസ് തികഞ്ഞ സാമൂഹ്യ പ്രതിബദ്ധതയോടെ ചർച്ച ചെയ്തപ്പോൾ സാമൂഹ്യ നിരീക്ഷകനായ ഫാദർ സജി വട്ടുകളത്തിൽ പങ്കുവച്ചത് നിർണായകമായ വിവരങ്ങളായിരുന്നു. ഒരു കൊറിയൻ ഗെയിം അത് തൽക്കാലത്തേന് കളിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കാത്തതിന്റെ പേരിൽ 9ാം നിലയിൽ നിന്ന് ചാടി 3 പെൺകുട്ടികൾ ഗാസിയാബാദിൽ മരിച്ചു എന്ന് പറയുന്ന ഒരു വാർത്ത ഈ ദിവസങ്ങളിലൊക്കെ നമ്മളുടെ സാമൂഹിക അന്തരീക്ഷത്തിൽ, പ്രത്യേകിച്ച് വാർത്താ മാധ്യമങ്ങളിലൊക്കെ ഇതുപോലെ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പോ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, പല കാരണങ്ങളുണ്ട്, അത്തരം കാരണങ്ങളിൽ ഒന്ന് ഈ പ്രത്യേകിച്ച് ഈ ഓൺലൈൻ ഗെയിമുകൾ, ആ ഗെയിമുകൾ മുൻപോട്ട് വെക്കുന്ന ടാസ്കുകൾ, അത് പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായിട്ട് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുണ്ട്. അതുപോലെ ഈ ഓൺലൈൻ ഗെയിമുകൾ ആ കുട്ടികളെ വളരെ അരക്ഷിതമായിട്ടുള്ള മാനസികാവസ്ഥയിലേക്കും അസ്വസ്ഥതയിലേക്കും കൊണ്ടുപോയിട്ട് അത്തരത്തിൽ മരണത്തിലേക്ക് പോകുന്ന കുട്ടികളുണ്ട്. അതുപോലെ തന്നെ ഈ ഓൺലൈൻ ഗെയിം കളിച്ച് ഒരു സ്റ്റേജ് കഴിഞ്ഞു കഴിയുമ്പോൾ ഇവർക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം വീട്ടിലെന്തായാലും ചില അസ്വസ്ഥതകൾക്കൊക്കെ കാരണമാകുന്നുണ്ട്. അത് നമ്മുടെ കേരളത്തിൽ തന്നെ, കേരളത്തിൽ മാത്രമല്ല, ഇപ്പൊ നമ്മളുടെയൊക്കെ തൊട്ടടുത്ത് ഉള്ള ഒട്ടുമിക്ക കുട്ടികളെ കാണുമ്പോഴും പല കുട്ടികളുടെ അടുത്തുനിന്ന് ഒരുപാട് എമൗണ്ട് അവരുടെ പാരന്റ്സിന്റെ അക്കൗണ്ടിൽ നിന്ന് നഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നു. ആ എമൗണ്ട് നഷ്ടപ്പെടുമ്പോഴാണ് പലപ്പോഴും പാരന്റ്സ് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അറിയുന്നത്. ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഗെയിമുകൾ കൊടുക്കുന്ന ഒരു അട്രാക്ഷൻ ഉണ്ട്. ഓരോ ഇത് കഴിഞ്ഞു കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക്, അടുത്ത ഇതിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു ത്വര, അത് ഈ ഗെയിം ഒരു ലഹരിയാണെന്ന് നമുക്കറിയാം. ഇന്റർനെറ്റിന്റെ ലഹരിയാണ് ഏറ്റവും വലിയ ലഹരി എന്നും ആ ലഹരിക്ക് അടിമപ്പെടുന്ന ആളുകൾ അത് ഏത് തരത്തിലാണെങ്കിലും, ഇപ്പോ ഈ സോഷ്യൽ മീഡിയ ഉപയോഗം മുതലെല്ലാം ഒരു ലഹരിയാണ്, റീൽസ് കാണുന്നത് ഒരു ലഹരിയാണ് എന്ന് പറയുന്ന പോലെ ഈ കുട്ടികളെ അപകടകരമായിട്ടുള്ള ഒരു പ്രവണതയിലേക്ക് അവരുടെ ആ വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ വളരെ ഗൗരവമായ രീതിയിലുള്ള ഈ സ്വഭാവ വൈകൃതങ്ങളും സ്വഭാവ സവിശേഷതകളും ഈ ആ രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ഗെയിമുകൾക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ട്. അത് ഈ കുട്ടികളെ നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ ഈ വെളിച്ചത്തിലേക്ക് ഈയാമ്പാറ്റയെ ആകർഷിക്കുന്നത് പോലെ തന്നെ അറിവില്ലായ്മ കൊണ്ട് ഈ കുട്ടികൾ പോയി എത്തിപ്പെടുന്നതാണ്. അതിന്റെ ഈ വലയത്തിൽ പോയി പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളുടെ മാത്രം പരിശ്രമം കൊണ്ട് പലപ്പോഴും, അതായത് ഈ ചിലന്തി വലയിൽ അകപ്പെട്ടിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ സാഹചര്യം ഉണ്ടാകുന്ന കുട്ടികളാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോവുക. അപ്പോ ഈ ഗെയിമുകൾ പോലെയുള്ള കാര്യങ്ങളിൽ, ഇപ്പോ ഈ കൊറിയൻ ഡ്രാമ പോലെയുള്ളതാണേലും കൊറിയൻ ഗെയിം ആണേലും, ഇവൻ നമ്മുടെ നാട്ടിൽ തന്നെ കുട്ടികൾ വളരെ പ്രചാരം നേടിയിട്ടുള്ള ഗെയിമുകളാണേലും, അതിൻ്റെ അകത്തൊക്കെ പെട്ടുപോകുന്ന കുട്ടികൾ നമ്മുടെ നാട്ടിൽ ലക്ഷക്കണക്കിന് കുട്ടികളുണ്ട്. ആ കുട്ടികളിൽ നമ്മൾ അറിയുന്നത് ഈ ഇതുപോലെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവര് ആത്മഹത്യ ചെയ്യാനോ ജീവൻ വെടിയാനോ ഒക്കെ തീരുമാനിക്കുന്ന കുട്ടികളെ കുറിച്ചുള്ള വാർത്തകൾ മാത്രമാണ്. പലപ്പോഴും പാരന്റ്സും ഈ കുട്ടികളുമായി ബന്ധപ്പെടുന്നവരും അധ്യാപകരും ഒക്കെ ഒരു സേഫ് സോണിൽ ഇങ്ങനെ വിചാരിക്കുന്നത് എന്റെ കുട്ടി അതിൽ പെട്ടിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ കുട്ടിയെയും ഈ അപകടം പതിയിരിക്കുന്നുണ്ടെന്നും നമ്മുടെ കുട്ടിയും ഈ കെണിയിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളതുമാണ്. അപ്പോ അവര് ഈ പലപ്പോഴും ഈ പാരന്റ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ റൂമിൽ കയറി മുറി അടച്ചിട്ടിട്ട് ഇരിക്കുന്ന കുട്ടികളും, അതുപോലെ ഈ പഠനത്തിൽ പിന്നോക്കം വരുന്ന കുട്ടികളും, വളരെ പെട്ടെന്ന് സൗഹൃദം നഷ്ടപ്പെടുന്ന കുട്ടികളും, ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികളും, അങ്ങനെയുള്ള കുട്ടികളൊക്കെ നമ്മുടെ ഗൗരവമായ ശ്രദ്ധയിൽ പെടേണ്ട ഒരു കാര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ന് പറഞ്ഞപ്പോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓസ്ട്രേലിയ ലോകത്തിന് മുമ്പിൽ തന്നെ വെച്ച ഒരു മാതൃക എന്ന് പറഞ്ഞിട്ടാണ് അവർ അവതരിപ്പിച്ചത്. വളരെ ഭംഗിയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് കുട്ടികൾ ഉപയോഗിക്കുന്ന, കൗമാരക്കാർ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിമിതപ്പെടുത്തുകയും ഒട്ടുമിക്ക അക്കൗണ്ടുകൾക്ക് നിയന്ത്രണം കൊണ്ടുവരികയും ചെയ്തു എന്നുള്ള ഒരു കാര്യമാണ്. അത് ലോകത്തിലെ പല രാജ്യങ്ങളും ഇതിനു മുമ്പും അതിനുശേഷവും ഉണ്ട്. ഇപ്പൊ സ്പെയിനില് അത്തരത്തിലുള്ള ചെറിയ ഇനീഷ്യേറ്റീവ് ഉണ്ട്, പോർച്ചുഗലിൽ അത്തരത്തിലുള്ള ഇനീഷ്യേറ്റീവ് ഉണ്ട്. നമ്മുടെ രാജ്യത്താണെങ്കിൽ ഇപ്പോ ഗോവയിൽ ഈ കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തൊരു ജനറേഷന്റെ ഭാവിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരം ഈ ഗെയിമുകളെയും മറ്റു കാര്യങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുകയും ഈ കൗമാരക്കാരുടെ സോഷ്യൽ മീഡിയയിലുള്ള ഇടപെടലുകളെ പരിമിതപ്പെടുത്തുകയും അത് പരിമിതപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ അത് പാരന്റ്സിനും കൊടുക്കണം, അധ്യാപകർക്കും കൊടുക്കണം, ഈ കുട്ടികളുമായി ബന്ധപ്പെടുന്ന എല്ലാ ആളുകൾക്കും കൊടുക്കണം. അതും അനിവാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇൻസ്റ്റഗ്രാമും ടിക്ടോക്കും പോലെയുള്ള സോഷ്യൽ മീഡിയ സൈറ്റുകൾ ഉപയോഗിക്കുവാൻ കുട്ടികളെ അനുവദിക്കുന്ന മാതാപിതാക്കൾ അറിയേണ്ടത് ഈ കുട്ടികൾ പലരും കൗമാരത്തിലെത്തുമ്പോൾ വിഷാദ രോഗികളായി മാറുന്നുണ്ട് എന്നതാണ്. ജീവിതത്തിൽ അസന്തുഷ്ടരായ കുട്ടികൾ ശ്രദ്ധ തിരിക്കുവാനും ആശ്വാസത്തിനു വേണ്ടി സോഷ്യൽ മീഡിയയിലേക്ക് തിരിയുവാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നതാണ് ഗവേഷകർ പറയുന്നത്. ഈ അസന്തുഷ്ടിയുടെ കാരണങ്ങളാണ് ഗൗരവമായി കണ്ടെത്തുകയും പരിഹരിക്കുകയും ചെയ്യേണ്ടത്. സൈബർ ഇടങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്ന കുട്ടികൾക്ക് സ്വാഭാവികമായി ഉണ്ടാകാവുന്ന ഉറക്കമില്ലായ്മ വിഷാദ രോഗത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കുമെന്നാണ് കാലിഫോർണിയ സർവകലാശാലയിലെ പീഡിയാട്രിക്സ് വിദഗ്ധന്മാർ അഭിപ്രായപ്പെടുന്നത്. ഇത്തരത്തിൽ ഓൺലൈൻ വിനോദങ്ങളുടെ ലോകത്ത് കൂടുതൽ സമയം ചെലവിടുന്ന 11-12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ജീവനെടുക്കുവാനുള്ള ആവേശം കൂടുതലാണ്. അത്തരമൊരു സാഹചര്യത്തിൽ അവരെ ആ വിനോദങ്ങളിൽ നിന്ന് വിലക്കുന്നതും അവരുടെ ജീവന്റെ ഭാഗമായി മാറിയ ഡിവൈസുകൾ എടുത്ത് മാറ്റിവെക്കുന്നതും ഒരു നിമിഷം പോലും അവർക്ക് സഹിക്കുവാൻ പറ്റാതാകുകയും പൊടുന്നിനവേ അവർ ജീവൻ ഒടുക്കിക്കളയുകയും ചെയ്യുന്നു.
എന്തുകൊണ്ടാണ് നമ്മുടെ ബാല്യകൗമാരങ്ങൾ ഇത്തരം കുരുക്കുകളിലേക്ക് ഈയാംപറ്റകളെ പോലെ പാഞ്ഞെടുക്കുന്നതെന്ന ചോദ്യം കാലങ്ങളായി നമ്മുടെ സമൂഹത്തിൽ പ്രചരിക്കുന്നുണ്ടെങ്കിലും അതിന് ഉത്തരം കണ്ടെത്തുവാനോ അത് പരിഹാരം നിർദ്ദേശിക്കുവാനോ ഒരുമാതിരിപ്പെട്ട കുടുംബങ്ങൾക്കോ അവരുൾപ്പെടുന്ന സമൂഹങ്ങൾക്കോ കഴിയാതെ പോവുകയാണ്. അത്തരം കാര്യങ്ങളിലേക്ക് ശാസ്ത്രീയമായി വെളിച്ചം വീശുന്ന അതീവ ഗൗരവമുള്ള കാര്യങ്ങളാണ് ഷെക്കേന ചർച്ചയിൽ പങ്കെടുത്ത കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റായ റോണിയ റോയ് പങ്കുവച്ചത്. നമ്മൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ അതിന് നമ്മുടെ ബ്രെയിനിൽ ഒരു എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മളുടെ ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യാനും നമ്മളുടെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും ഉള്ള കഴിവുകളുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു കുട്ടി ഒരു മൊബൈൽ ഗെയിമോ മറ്റോ കളിക്കുമ്പോൾ ആ കുട്ടിക്ക് കിട്ടുന്നതും. കാരണം മൊബൈൽ ഗെയിമുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു രീതിയുണ്ട്. അതായത് വളരെ അധികം കളർഫുൾ ആയിരിക്കും. ഒരു ലെവൽ കഴിഞ്ഞ് മറ്റൊരു ലെവലിലേക്ക് കടക്കും. പല ലെവലുകളും അവർക്ക് റിവാർഡുകൾ കിട്ടുന്നുണ്ട്. ഇതുപോലെ കോയിൻസ് കിട്ടുക, അങ്ങനെ പല റിവാർഡുകൾ കിട്ടുന്നുണ്ട്. അപ്പോ ഡോപ്പമിൻ എന്ന് പറയുന്നത് റിവാർഡ് ഹോർമോൺ ആണ്. അതായത് നമുക്ക് റിവാർഡ് കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം, ഒരു ഫീൽ ഗുഡ് തോന്നും. അപ്പോൾ ഈ ഒരു ഫീൽ ഗുഡ് ആണ് ഈ കുട്ടികളെ ഇതിന് അടിമകളാക്കുന്നത്. കാരണം ഇത് കൂടുതലായിട്ട് വരുന്നത് കുട്ടികൾക്ക് മറ്റു കാര്യങ്ങളിൽ ഒന്നും ആ ഒരു ഫീൽ ഗുഡ് കിട്ടുന്നില്ലെങ്കിൽ അവർ ഇത്തരത്തിലുള്ള ഗെയിമുകളിലേക്ക് കടക്കാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. ഒരുപക്ഷെ കുറച്ച് മുതിർന്ന ആൾക്കാരെ ഇത് ഒത്തിരി ബാധിക്കില്ല. അവർ കുറച്ച് ഗെയിം കളിച്ചാൽ പോലും അവരെ അത് ഒരുപാട് എഫക്ട് ചെയ്യില്ല. ഇതിനൊരു കാരണം എന്ന് പറയുന്നത് കുട്ടികളുടെ തലച്ചോറ് എല്ലാവരുടെയും തലച്ചോറ് ഒരു മെച്യൂറേഷൻ സ്റ്റേജിൽ എത്തുന്നത് ഒരു 25 വയസ്സിനൊക്കെ ശേഷമാണ്. കുട്ടികൾ എന്ന് പറയുമ്പോൾ അവരുടെ ബ്രെയിൻ ഇറ്റ് സ്റ്റിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പൊ അതില് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഒരുപാട് സ്റ്റിമുലേഷൻസ് ഉണ്ടാക്കും ബ്രെയിനില്. അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തില് ഈ ചെറിയ ഗെയിമുകള്, അതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ചെറിയ ചെറിയ റിവാർഡുകള് പറയുമ്പോ അവർക്ക് നേരിട്ട് ആരും റിവാർഡുകൾ കൊണ്ടു കൊടുക്കുന്നില്ല. പക്ഷെ അതിലാ കാണുന്ന ആ ഒരു ചിലപ്പോ ഒരു കോയിൻ വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റാർ കിട്ടുന്നതായിരിക്കാം. ഇതിനെല്ലാം കുട്ടികൾ വളരെയധികം സന്തോഷത്തിലാണ് സ്വീകരിക്കുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും കുട്ടികൾക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കും, നമുക്കറിയാലോ. അപ്പോ ഇത്തരത്തിലാണ് ഇത് അവരെ അടിമകളാക്കുന്നത്. കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങള്, അവരനുഭവിക്കുന്ന ഒറ്റപ്പെടല്, ഇതും അവരെ ഇത്തരത്തിലുള്ള ഗെയിമുകൾക്ക് അടിമകളാക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അവര് ആഗ്രഹിക്കുന്ന ഒരു അറ്റൻഷൻ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ആ ഒരു റിവാർഡ് അവർക്ക് വേറെ എവിടുന്നും കിട്ടുന്നില്ല. അവർക്ക് കിട്ടുന്നത് ഈ ഒരു അവര് കളിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഓൺലൈൻ ഗെയിം എന്നാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അവർ പഠിക്കുന്ന സ്ഥലത്തോ സ്കൂളിലോ ഒന്നും അവർക്കൊരു വാലിഡേഷൻ അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ അവർക്ക് അവിടെ നിന്ന് കിട്ടുന്നില്ല. അപ്പൊ അവർക്ക് പ്രധാനമായിട്ടും കിട്ടുന്നത് ഈ ഒരു ഓൺലൈൻ മാധ്യമത്തിലാണ്. അതായത് അവര് കളിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഗെയിമിലാണ്. അപ്പോ ഇത്തരത്തിലുള്ള ഈ ഒരു കാര്യം നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ഒരു കുട്ടിക്ക് വളർന്നു വരുന്ന സാഹചര്യത്തില് വീട്ടിൽ വേണ്ട വിധത്തിലുള്ള പരിഗണന അല്ലെങ്കിൽ ശ്രദ്ധ കിട്ടുന്നില്ലെങ്കിൽ അവര് മറ്റു പല കാര്യങ്ങളിലേക്കും തിരിയാനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഓൺലൈൻ വേൾഡുകളിൽ അവരുടെ സന്തോഷങ്ങൾ കണ്ടെത്താനുമുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോ ഈ പേരൻസ് ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും കുട്ടികൾക്ക് ആ ഒരു വളർന്നു വരുന്ന പ്രായത്തില് ഇമോഷണൽ വാലിഡേഷൻ എന്ന് പറയുന്നത് വളരെയധികം പ്രധാനമാണ്. ഇതിൽ ശ്രദ്ധിക്കാവുന്ന പേരൻസിന് മനസ്സിലാക്കാനും ശ്രദ്ധിക്കാനും പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഇതൊരു അഡിക്ഷൻ ആയി മാറിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് അവര് എപ്പോഴും അതായത് അവരുടെ ഡെയിലി ആക്ടിവിറ്റീസ് പോലും ഉപേക്ഷിച്ചുകൊണ്ട് അവര് ഈ ഒരു ഓൺലൈൻ ആയിട്ടുള്ള ഗെയിമുകളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഒരു അഡിക്ഷന്റെ ഒരു സിഗ്നൽ ആണ് അല്ലെങ്കിൽ ഒരു സിംറ്റം ആണ്. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഈ കുട്ടികൾക്ക് എന്താണ് ശരി അല്ലെങ്കിൽ തെറ്റ്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ വരുന്ന പ്രശ്നങ്ങളെ എങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ കോപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഫേസ് ചെയ്യാം എന്നുള്ള കാര്യത്തില് അവർക്കൊരു ധാരണ ഉണ്ടായിരിക്കില്ല. ഇപ്പൊ മുതിർന്നവർക്ക് പോലും പലപ്പോഴും പല കാര്യങ്ങളിലും ഡിസിഷൻസ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോ ഈ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബ്രെയിനുള്ള കുട്ടികളുടെ അവസ്ഥയും ഇതുപോലെ തന്നെയാണ്. അവർക്കും പല കാര്യങ്ങളിലും ഒരു തീരുമാനങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാനോ ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ദൈവം ദാനമായി നൽകിയ തലമുറകളെ കൃത്യമായി ശ്രദ്ധിക്കുവാനും അവരെ കേൾക്കുവാനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാനുമുള്ള ആധുനിക മാതാപിതാക്കളുടെ ഉത്തരവാദിത്തങ്ങൾ എത്രത്തോളം ഗൗരവമുള്ളതാണെന്ന കാര്യം ഇവിടെ അടിവരയിടപ്പെടുകയാണ്. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ചില വർഷങ്ങൾക്ക് മുൻപ് സർക്കാർ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ ആഭിമുഖ്യത്തിൽ ചിരി എന്ന പേരിൽ ഒരു കൗൺസിലിംഗ് പ്രോഗ്രാം അവതരിപ്പിച്ചു. കുട്ടികളുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കുവാനായി വിവിധ സൈക്കോ സോഷ്യൽ സപ്പോർട്ട് പദ്ധതികൾ വഴി 10,000-ഓളം കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകിയെന്നാണ് വിവരങ്ങൾ.
വീട്ടിൽ മുറിയടച്ച് ഒറ്റയ്ക്കിരിക്കുക, ഏറെ നേരം മൊബൈൽ ഫോണിൽ ചെലവഴിക്കുക, പഠനത്തിൽ പിന്നാക്കം പോവുക, സാമൂഹ്യ ഇടപെടലുകൾ കുറയുക, വൈകാരിക നിയന്ത്രണം നഷ്ടപ്പെടുക തുടങ്ങിയ ലക്ഷണങ്ങൾ കുട്ടികൾക്കുണ്ടെങ്കിൽ അത് ഗൗരവമായി തന്നെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ ദിവസവും കുട്ടികളോട് രക്ഷിതാക്കൾ തുറന്ന് സംസാരിക്കുവാനും അനിവാര്യമായാൽ മാനസിക ആരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുവാനും തെല്ലും അമ്മാദിക്കരുത്. പ്രാർത്ഥനയോടെ ദൈവാശ്രയത്തോടെ കാര്യങ്ങൾ പരിഹരിച്ച് മുൻപോട്ട് പോവുകയാണ് ഏറ്റവും ഉത്തമം. അത്തരം കാര്യങ്ങളിൽ സ്കൂളുകളും സമുദായവും ഇടവകയുമൊക്കെ നിർണായകമായ ഉത്തരവാദിത്തങ്ങൾ വഹിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ അവരെ തിരികെ കൊണ്ടുവരുവാൻ കഴിയുന്നില്ലെങ്കിൽ കുട്ടികൾ പലപ്പോഴും വിഷാദ രോഗികളാകും. ഇത്തരം കുട്ടികളിലും ആത്മഹത്യാ പ്രവണത ഉണ്ടായേക്കാം. ഇത്തരത്തിൽ കുട്ടികളിൽ ആത്മഹത്യാ പ്രവണത വർദ്ധിക്കുമ്പോൾ അത് മാധ്യമങ്ങൾ വളരെ അപക്വമായ രീതിയിൽ അത് കൈകാര്യം ചെയ്യുന്നത് കൂടുതൽ ഗുരുതരമായ സാഹചര്യം സൃഷ്ടിക്കും. അതേക്കുറിച്ച് ഷെക്കേന ചർച്ചയിൽ പങ്കെടുത്ത സാബു ജോസഫ് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു. മാധ്യമങ്ങളുടെ ദൗത്യം ആനുകാലിക സംഭവങ്ങൾ, വാർത്തകൾ, വീക്ഷണങ്ങൾ എന്നിവ അറിയിക്കുക എന്നുള്ളതാണ്. അത് എങ്ങനെ അറിയിക്കണം എന്നത് മറ്റൊരു വിഷയമാണ്. അപ്പോ കൂടുതൽ ചർച്ച ചെയ്യുന്ന സംഭവങ്ങൾ, പ്രത്യേകിച്ച് നമുക്കറിയാം, ഇപ്പോൾ ആത്മഹത്യ ഒരു മഹത്തായ സംഭവം പോലെ, അത് നിരന്തരമായി കാണേണ്ട അല്ലെങ്കിൽ അത് അനുഭവിക്കേണ്ട കാര്യം പോലെ അവതരിപ്പിക്കുന്ന വളരെ തെറ്റായ ഒരു പ്രവണത നമുക്കുണ്ട്. കൂടുതൽ പേർ വായിക്കുന്ന പത്രത്തിന്റെ 1-ാം പേജിൽ കൊടുക്കേണ്ട വാർത്ത അല്ല ഇത്തരം സംഭവങ്ങൾ. അമിതമായ പ്രാധാന്യം കൊടുക്കുക. ദൃശ്യമാധ്യമങ്ങളാണെങ്കിൽ അതിന്റെ പരിപാടികളെല്ലാം അക്രമത്തെയും എന്താ പറയാ, നമുക്ക് ഉചിതമല്ല, മൂല്യങ്ങൾക്ക് വിരുദ്ധമായ സംഭവങ്ങൾ നടക്കുമ്പോൾ അത് വളരെ വിസ്തരിച്ച് ദിവസങ്ങളോളം എടുത്ത് അതിന് മാന്യത നൽകുന്ന ഒരു സംഭവം വരുമ്പോൾ അതിന് ഒരു ആകർഷണം, ഒരു താല്പര്യം കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഒക്കെ വരും. നമുക്കറിയാം, ഏറ്റവും അടുത്ത് വളരെ വിവാദമായ ബാംഗ്ലൂരില് സ്വയം വെടിയേറ്റ് മരിച്ച 4 മാസമായിട്ട് മാനസികാരോഗ്യമായി ബന്ധപ്പെട്ട് ചികിത്സയിലായിരുന്നു എന്ന വിവരമാണ് നാം അറിയാം. അപ്പോൾ തന്നെ അദ്ദേഹം ഈ 4 മാസം മാധ്യമങ്ങളോട് പറഞ്ഞതെല്ലാം മറ്റൊരു കഥയും മറ്റൊരു ലോകവുമായിരുന്നു. പരസ്യങ്ങൾ കിട്ടിയത് കൊണ്ട് അവര് അദ്ദേഹത്തെ ഇപ്പോഴും അല്ലെങ്കിൽ ലൈവായിട്ട് ഓർക്ക് ആത്മഹത്യ ചെയ്ത ഒരു വ്യക്തിയുടെ സംസ്കാര ചടങ്ങുകള് ലൈവായി കൊടുക്കുന്ന കോടികൾ ലഭിച്ചതിന്റെ നന്ദിയാണ്. നമ്മൾ കുട്ടികളിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ല സ്കൂളുകളുണ്ട്, പക്ഷെ സുരക്ഷിതമായ ഒരു മാനസികാരോഗ്യം കുട്ടികൾക്കുണ്ടോ എന്ന് അറിയാതെയാണ് മാതാപിതാക്കളും അധ്യാപകരും അവരെ നിരീക്ഷിക്കുന്നത്. എന്ന് മാത്രമല്ല, സുരക്ഷിതമായ ഒരു മനസ്സും സ്നേഹിക്കുന്ന ഒരു കുടുംബവും ഇല്ലാത്തടത്ത് കുഞ്ഞുങ്ങള്, വലിയവര് മാത്രമല്ല കുട്ടികള്, അവര് ജീവിതം വേണ്ടെന്ന് വെക്കാം. ജീവനെ സ്നേഹിക്കാന്, ആദരിക്കാനുള്ള ഒരു മനോഭാവം മാതാപിതാക്കളിൽ നിന്നാണ് കുട്ടികൾക്ക് ലഭിക്കേണ്ടത്. മാധ്യമ ദൗത്യം എന്നത് മൂല്യങ്ങളുടെ സംപ്രേഷണമല്ല, പരമാവധി റീച്ച്, അതിന്റെ പ്രേക്ഷകരുടെ എണ്ണം കൂട്ടുക, ചർച്ചകളിലേക്ക് ആൾക്കാരെ നയിക്കുക എന്നത് വരുമ്പോൾ അതിന്റെ 1-ാം പേജിലും അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങൾ അതിന്റെ പ്രധാന പരിപാടികളിലും ഒട്ടും പ്രാധാന്യം നൽകി അവതരിപ്പിക്കാത്ത അല്ലെങ്കിൽ അവതരിപ്പിക്കാൻ പാടില്ലാത്ത ഈ കുറ്റകൃത്യങ്ങളും ആത്മഹത്യയൊക്കെ പ്രധാന വാർത്തയായി മാറുമ്പോൾ അതിനോടൊരു ആകർഷകം തോന്നുക സ്വാഭാവികമാണ്. അതുകൊണ്ട് മാധ്യമങ്ങൾ വ്യവസായ താല്പര്യങ്ങളും കച്ചവടത്തോട് ചേർന്നാണ് അതിന്റെ വളർച്ച എന്നതുകൊണ്ട് മൂല്യങ്ങളുടെ സംപ്രേഷണമാണ് നമ്മുടെ മാധ്യമങ്ങൾക്ക് എന്ന് നമുക്ക് ധരിക്കാൻ പാടില്ല. പിന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ, പുതിയ മാധ്യമങ്ങൾ, ഓൺലൈനൊക്കെ ഏത് സംഭവത്തെയും മനോഹരവും അല്ലെങ്കിൽ വികൃതവും വികലവുമാക്കിയാലും അവരുടെ പ്രശസ്തി വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശവും അവർക്കുണ്ട്. വാർത്തകൾ നൽകുമ്പോൾ അതിന്റെ മറുവശം ഒരു തിന്മയാണ് സംഭവിച്ചത്, അത് ജനങ്ങളെ അറിയിക്കണമെങ്കിൽ അത് ഇനി മറ്റൊരാൾ ആവർത്തിക്കരുത് എന്ന രീതിയിൽ അപ്പോൾ തന്നെ പറയേണ്ടതുണ്ട് എന്നതാണ് അതിന്റെ മിനിമം മര്യാദയും അതിന്റെ ധാർമ്മികതയും. പലപ്പോഴും അത് പറയാതെയാണ് മാധ്യമങ്ങൾ, അല്ല ദൃശ്യമാധ്യമങ്ങളാകട്ടെ അച്ചടി മാധ്യമങ്ങളാകട്ടെ, ആ വാർത്തയെ അങ്ങനെ തന്നെ അവതരിപ്പിക്കുന്നത്. ആ വാർത്തയിൽ തന്നെ അതല്ലായിരുന്നു വഴിയെന്നും അത് തെറ്റായിരുന്നുവെന്നും വാർത്തയോടൊപ്പം വീക്ഷണം കൊടുക്കേണ്ടതുണ്ട്. യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ് എന്നാണ് 127-ാമത്തെ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്. വില്ലാളി വീരന്റെ അസ്ത്രങ്ങൾ ഒരിക്കലും ലക്ഷ്യം ഭേദിക്കാതെ പാഴായി പോകാറില്ല. അതുപോലെ ലക്ഷ്യബോധമുള്ളവരായി നമ്മുടെ തലമുറകൾ മാറണം. അതിന് പ്രാർത്ഥനയും ദൈവഭയത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതവും അനിവാര്യമാണ്. സമയം അതിക്രമിച്ചിട്ടില്ല, അതിന് തയ്യാറാവുക. കാരണം കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും.
കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നിലനിന്നിരുന്ന ശക്തമായ ചില നിഴൽ യുദ്ധങ്ങൾ ഇല്ലാതാവുകയും പുതിയ ചില ധാരണകളിലേക്കൊക്കെ എത്തുകയും ചെയ്യുന്നതിന്റെ വ്യക്തമായ സൂചനകൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇന്തോ അമേരിക്കൻ ബന്ധം കാലങ്ങളായി ശക്തമായി തുടർന്ന് പോരുന്നതാണ്. അമേരിക്കയിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയോ ഡെമോക്രാറ്റിക് പാർട്ടിയോ അധികാരത്തിൽ ഇരുന്നാലും അതിന് വിള്ളൽ വീണിരുന്നില്ല. ട്രംപിന്റെ രണ്ടാം കാലഘട്ടത്തിൽ അത് ശക്തമായി തന്നെ തുടരുമെന്നായിരുന്നു വിലയിരുത്തപ്പെട്ടതെങ്കിലും അമേരിക്കയുടെ ചില മേൽക്കോയ്മ ചിന്തകളും ട്രംപിന്റെ ചില ഈഗോ ക്ലാഷുകളും നിമിത്തമാണ് കഴിഞ്ഞ ചില നാളുകളായി ഇന്ത്യയും അമേരിക്കയും തമ്മിലുണ്ടായിരുന്ന ബന്ധം അകന്നുപോയത്. എന്നാൽ അതിശക്തമായ നിലപാടിൽ ഉറച്ചു നിന്ന ഇന്ത്യ തങ്ങൾക്കെതിരെ എത്തിയ താരിഫ് പണികൾക്ക് മറുവഴികൾ തേടിയതോടെ സന്ധി ചെയ്യുവാൻ അമേരിക്ക നിർബന്ധിതരായി മാറുകയായിരുന്നു. അത് കൃത്യമായി കുറുക്കിക്കൊണ്ട് ട്രംപ് അനുനയത്തിന്റെ പുതിയ വഴികൾ അവലംബിച്ചിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഇന്ത്യയുമായി കെട്ടിപ്പടുക്കുവാൻ പോകുന്ന വ്യാപാര കരാർ. അതിന് മുന്നോടിയായി ഇന്ത്യയുടെ മേൽ ചുമത്തിയിരുന്ന ദുരഭിമാനത്തിന്റെ പിഴത്താരിഫുകളെല്ലാം ട്രംപ് എടുത്തുമാറ്റി ഇന്ത്യക്ക് മേലുള്ള ചുങ്കം 18% കുറച്ചിരിക്കുന്നു എന്ന കാര്യം വ്യക്തമാക്കിക്കൊണ്ട് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടുകൊണ്ടാണ് പുത്തൻ വ്യാപാര കരാറിനെ കുറിച്ച് വ്യക്തമാക്കിയത്. എല്ലാ രാജ്യങ്ങൾക്കുമുള്ള 20% താരിഫ് ബേസ് റേറ്റുകൾ ഇന്ത്യക്ക് മാത്രം 25% കൂടാതെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുവെന്ന കുറ്റം ഇന്ത്യയുടെ മേൽ ചുമത്തിക്കൊണ്ട് ഒരു 25% കൂടെ ഇന്ത്യയുടെ മേൽ കരം ചുമത്തിയ ട്രംപ് ഇറാനെതിരെയുള്ള ഉപരോധം തുടരുന്നതിനിടെ പ്രഖ്യാപിച്ചത് ഇറാനുമായി വാണിജ്യ ബന്ധമുള്ള രാജ്യങ്ങൾക്ക് 25% കൂടെ പിഴച്ചുങ്കം ചുമത്തുമെന്നായിരുന്നു. ഇന്ത്യയും ഇറാനും തമ്മിൽ വാണിജ്യ ബന്ധങ്ങൾ നിലനിൽക്കുന്നതിനാൽ അമേരിക്കയിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതിക്ക് കൊടുക്കേണ്ടിയിരുന്ന താരിഫ് 75%. ഇന്ത്യക്കെതിരെ ട്രംപ് മനഃപൂർവ്വമായി നടത്തിയ നീക്കമാണോ അതെന്ന് വ്യക്തമല്ലെങ്കിലും ഒന്നും പ്രതികരിക്കാതെ ബദൽ മാർഗങ്ങൾ അവലംബിച്ച് മുന്നോട്ട് പോയ ഇന്ത്യ യൂറോപ്യൻ യൂണിയനുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുകയും മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് പ്രസ്താവിക്കുകയും ചെയ്തതോടെ ആശങ്കപ്പെരുത്ത് ഇന്ത്യയെ അനുനയിപ്പിക്കുവാൻ ട്രംപ് ഇനിഷ്യേറ്റീവ് എടുത്ത് ഇറങ്ങുകയായിരുന്നു. അങ്ങനെയാണ് വ്യാപാര കരാർ ധാരണകളെ ഉറപ്പിക്കുവാൻ ട്രംപ് രംഗത്തിറങ്ങിയത്. ഏതായാലും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് ലോക വിപണിക്ക് തന്നെ ഉണർവുണ്ടാക്കുന്ന കാര്യമാണ്. 75% എന്ന നികുതി ഭാരത്തിൽ നിന്ന് ട്രംപിന്റെ തീരുമാനത്തോടെ ഒറ്റയടിക്ക് 18% എത്തിയത് ഏറ്റവും ശ്രദ്ധേയമായ നേട്ടമാണ്. എക്കാലത്തും അമേരിക്കൊപ്പം നിന്ന സഖ്യ കക്ഷികളെല്ലാം അകന്നു നിൽക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യയെ പോലുള്ള ഒരു ഏഷ്യൻ രാജ്യവുമായി ഇത്തരത്തിലൊരു കരാറിൽ ഏർപ്പെടുവാൻ അമേരിക്ക തയ്യാറായത് തന്നെ ഇന്ത്യയുടെ വിജയമാണ്. ലോകത്തിന് മുൻപിൽ വരാൻ ഇന്ത്യക്ക് കിട്ടിയ ഒരു സാധ്യത തന്നെയാണ് ഈ അമേരിക്കൻ കരാർ. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് നികുതിയെ ഇല്ലെങ്കിലും ഇന്ത്യ അമേരിക്കയ്ക്ക് ഒപ്പം ഉള്ള കാലത്തോളം ഇന്ത്യക്ക് ഈ കരാർ നേട്ടം തന്നെയായി മാറാം. ട്രംപിന്റെ തീരുമാനത്തോടെ ഇന്ത്യയുടെ ഓഹരി വിപണി എല്ലാത്തരം ക്ഷീണങ്ങളെയും വിട്ട് കുതിച്ചുയരുന്ന കാഴ്ചകളാണ് കണ്ടത്. എന്തായാലും ഇന്ത്യയുടെ നയതന്ത്രപരമായ വിജയം തന്നെയാണ് ഇപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുന്നത്. അത് നന്നായി തന്നെ പ്രയോജനപ്പെടുത്തുവാൻ നമ്മുടെ രാജ്യത്തിന് കഴിയട്ടെ. ന്യൂസ് സ്കാൻ സമാപിക്കുന്നു. ഇനി അടുത്തയാഴ്ച.